എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആദ്യമായിട്ട് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയത് ഒരു മുഹറം 10-നായിരുന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅവ്വലു യൗമൻ നുസില ഫീഹിൽ മത്റു മിനസ് സമാഉ യൗമ ആശൂറാ. അപ്പൊ അങ്ങനെയുള്ള ആ മുഹറം മാസത്തിൽ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഴയും വെള്ളപ്പൊക്കമൊക്കെ കാരണം വാർത്താ ചാനലുകൾക്ക്, മൊബൈലാകട്ടെ, പത്രമാധ്യമങ്ങളാകട്ടെ, ഏതെടുത്തു നോക്കിയാലും ഉരുൾപൊട്ടലിന്റെയും സൂക്ഷ്മതയും റെഡ് അലർട്ടും ഒക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, ഭൂമിയിലേക്ക് ആദ്യമായി റഹ്മത്ത് ഇറങ്ങിയതും ആശൂറാഇന്റെ ദിവസമാണ്. മഴ വലിയ അനുഗ്രഹമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് മഴയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പല കാര്യങ്ങളും, വെള്ളമില്ലെങ്കിൽ, മഴയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? മനുഷ്യന്റെ ജീവിതത്തിന് അത് വളരെ പ്രയാസകരമായ കാര്യമാകും. അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് വലിയ പ്രയാസമാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ശുദ്ധജലം ലഭ്യമാകുന്നില്ലെങ്കിൽ, മനുഷ്യന് കുടിക്കുവാൻ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തു ജീവിതമാണ്? അപ്പൊ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ. വിശുദ്ധ ഖുർആൻ മഴയെ കാരുണ്യമായിട്ടും ഭൂമിയുടെ ജീവനായിട്ടും, എന്റെ പ്രിയപ്പെട്ടവരെ, ബർക്കത്തായിട്ടൊക്കെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് മഴയെ നമുക്ക് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് മഴയെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതെപ്പോഴാണ് പെയ്യുന്നത് അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് വിശുദ്ധ ഖുർആൻ. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെന്ന് പറയുന്നത് പരീക്ഷണവും ദുരിതവും ആകാറുണ്ട് ചില സമയങ്ങളിൽ. ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് ചില സമയത്ത് വലിയ പ്രയാസമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റ് വരുമ്പോൾ ഇത് പരീക്ഷണമാകുമോ എന്നതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയന്നുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു. മഴയെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പക്ഷെ ചില സമയത്ത് മഴ നമുക്ക് പരീക്ഷണമാകാറുണ്ട്, അത് വലിയ ഒരു ശിക്ഷയാകാറുണ്ട്. ലോക ചരിത്രത്തിൽ മഴ ഏറ്റവും വലിയ ദുരന്തമായി മാറിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ പറയുകയായി. ഇത് ലോകത്തെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമുണ്ടാക്കി മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജനങ്ങൾ കടന്നു വന്നത് ഒരു മുഹറം 10-നായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്.